So hi friends, എല്ലാവർക്കും അൺഅക്കാഡമിയിലേക്ക് സ്വാഗതം. അൺഅക്കാഡമി കേരള PSC ആസ്പിറൻസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ഏറ്റവും പുതിയ ചാനലാണ് ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ്. Then അൺഅക്കാഡമി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓൺലൈൻ ലീഡിംഗ് പ്ലാറ്റ്ഫോം ആണ്. അൺഅക്കാഡമിയുടെ ഏറ്റവും പുതിയ ചാനൽ ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ്. Then അൺഅക്കാഡമിയിൽ നിങ്ങൾ ഒരു പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ അൺഅക്കാഡമിയിലെ അൺലിമിറ്റഡ് അക്കാഡമിക് കണ്ടന്റ്സ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ എന്നെ കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ പറയാം. എൻ്റെ പേര് അരുൺ ശിവരാമൻ. ഞാൻ 3 വർഷത്തിലധികമായി UPSC PSC ആസ്പിറൻസിന് പൊളിറ്റി, ജിയോഗ്രഫി അതുപോലെ തന്നെ കേരള ഹിസ്റ്ററി ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. സോ ഞാനൊരു കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേറ്റ് കൂടെയാണ്. ദെൻ അൺഅക്കാഡമി പ്ലസ് എടുക്കുന്നത് കൊണ്ട് എന്ത് അഡ്വാൻറ്റേജ് ആണ് ഒരു ആസ്പിറന്റിനുള്ളത് എന്ന് പരിശോധിക്കാം. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് അൺഅക്കാഡമിയിൽ ലൈവ് ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക. അതായത് നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ക്ലാസ് റൂം എൻവറോൺമെന്റ് തന്നെ അൺഅക്കാഡമിയിൽ കിട്ടുന്നതായിരിക്കും. സോ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഉപയോഗപ്പെടുത്താം. നിങ്ങളുടെ എഡ്യൂക്കേറ്ററുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. എന്തെങ്കിലും ക്ലാരിറ്റി വരുത്താൻ എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അൺഅക്കാഡമി പ്ലസിലെ ലൈവ് ക്ലാസ്സസ് എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമായിരിക്കും. ദെൻ സ്ട്രക്ചേർഡ് കോഴ്സ്, നിങ്ങളുടെ എക്സാം ഏതാണ്, ഓക്കെ, ആ എക്സാമിനനുസരിച്ച് അൺഅക്കാഡമി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ആ കോഴ്സ് പ്രോപ്പറായി സ്ട്രക്ചർ ചെയ്ത് തരുന്നതാണ്. അതായത് നിങ്ങൾക്ക് വേണ്ട സിലബസ്, ദെൻ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ്, അഡീഷണൽ റിസോഴ്സസ്, മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ടെസ്റ്റിന്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ്, ദെൻ ഓൾസോ റിവിഷൻ മൊഡ്യൂൾസ് ആൻഡ് റിവിഷൻ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ഡിസ്കഷൻ. സോ അങ്ങനെ നിങ്ങളുടെ എക്സാമിന് വേണ്ട എല്ലാ കാര്യങ്ങളും അൺഅക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അത് ഒരു പ്ലസ് ബെനിഫിറ്റ് ആണ്. ദെൻ ലൈവ് ടെസ്റ്റ് ആൻഡ് ക്വിസസ്. സോ അൺഅക്കാഡമി പ്ലസിൽ ധാരാളം ലൈവ് ടെസ്റ്റുകളുണ്ട്. അതായത് ക്ലാസ് എടുക്കുന്ന അവസരത്തിൽ തന്നെ എഡ്യൂക്കേറ്റർ എന്ത് ചെയ്യും, നിങ്ങൾക്ക് വേണ്ടി ധാരാളം ക്വസ്റ്റ്യൻസ് അദ്ദേഹം ഇടും. ഓക്കെ, നിങ്ങൾക്ക് അപ്പോൾ തന്നെ ആൻസർ ചെയ്യാം. അതുവഴി നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ എടുത്ത സമയം എത്രയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു വ്യക്തമായ ധാരണ കിട്ടും. ഓക്കെ, അപ്പോൾ ധാരാളം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു PSC ലിസ്റ്റിൽ ഇടം പിടിക്കാൻ സാധിക്കുകയുള്ളൂ. മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ എക്സാം ഹാളിൽ വെച്ച് നമ്മളുടെ ടൈം മാനേജ്മെന്റ് എല്ലാം പ്രശ്നം വരും. ഓക്കെ, അപ്പോൾ നമ്മളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും പ്രോപ്പർ മോക്ക് ടെസ്റ്റുകൾ എടുത്തില്ല എങ്കിൽ അത് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അൺഅക്കാഡമിയിൽ ധാരാളം മോക്ക് ടെസ്റ്റുകളുണ്ട്. ദെൻ അൺലിമിറ്റഡ് ആക്സസ്, അതായത് നിങ്ങൾക്ക് ഒരു പ്ലസ് അക്കൗണ്ട് മാത്രം ഉപയോഗിച്ച് അൺഅക്കാഡമിയുടെ കണ്ടന്റ്സ് മൾട്ടിപ്പിൾ ഡിവൈസിൽ ആക്സസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ അതൊക്കെയാണ് അൺഅക്കാഡമിയുടെ ചില ബെനിഫിറ്റ്സ്. ദെൻ അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ₹350 പെർ മന്ത്. സോ അപ്പോൾ വളരെ ചീപ്പായ ഒരു എമൗണ്ട് മാത്രമാണ്. സോ ദെൻ അൺഅക്കാഡമി വിവിധ ലൈവ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ്സുകളുടെ ഒരു ടെംപ്ലേറ്റ് ആണ് ഇത് വിത്ത് എഡ്യൂക്കേറ്റേഴ്സ്. സോ ഓരോ സബ്ജക്റ്റും ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ഫാക്കൽറ്റീസ് തന്നെ അൺഅക്കാഡമി പ്ലസിലുണ്ട്. ഓക്കെ, സോ റിപ്പീറ്റഡ് MCQs, അതുപോലെ തന്നെ എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, ദെൻ മോഡൽ എക്സാം. സോ അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് അൺഅക്കാഡമി പ്ലസിൽ ലഭിക്കുന്നതാണ്. ദെൻ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട PSC എഡ്യൂക്കേറ്റേഴ്സിന്റെ ഒരു ഡാഷ്ബോർഡാണിത്. ഇവരിൽ പലരെയും നിങ്ങൾക്ക് പരിചയമുണ്ടാകും. ഓക്കെ, സോ ഇവരുടെ എല്ലാം പല ക്ലാസ്സസ് നിങ്ങൾ കണ്ടു കാണും റാൻഡം ആയിട്ട്. ബട്ട് അവരുടെ ഇത്തരം റാൻഡം ക്ലാസ്സുകൾ അല്ലാതെ അവരുടെ കംപ്ലീറ്റ് ആൻഡ് കോംപ്രഹെൻസീവ് ക്ലാസ്സസ് ലഭിക്കുന്നതിന് വേണ്ടി ജസ്റ്റ് അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇവരെടുത്ത എല്ലാ കോഴ്സുകളും എല്ലാ ലെസൺസും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങളുടെ പ്രിയപ്പെട്ട എഡ്യൂക്കേറ്ററുടെ ക്ലാസ്സുകൾ നഷ്ടപ്പെടുത്താതിരിക്കുക. അതിനുവേണ്ടി ജസ്റ്റ് ഒരു അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇത് അൺഅക്കാഡമി വിവിധ എക്സാംസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ബാച്ച് കോഴ്സസ് ആണ്. ഓക്കെ, സോ LDC പ്രിപ്പറേഷൻ ഇൻ 90 days, അതുപോലെ തന്നെ LP UP അസിസ്റ്റന്റ് ഇൻ 90 days, ഓൾസോ LGS ക്രാക്കർ. അപ്പൊ അങ്ങനെ വിവിധ എക്സാംസ് അറൈവ് ചെയ്യുന്ന അവസരത്തിൽ തന്നെ അൺഅക്കാഡമി എന്ത് ചെയ്യും, ഓരോ എക്സാമിനും വേണ്ടി ഒരു ഡെസിഗ്നേറ്റഡ് ബാച്ചിനെ തന്നെ അൺഅക്കാഡമി ഡിപ്ലോയ് ചെയ്യും. സോ അവര് വിവിധ സബ്ജക്റ്റുകളെ ഹാൻഡിൽ ചെയ്യും. സോ നിങ്ങൾക്ക് മറ്റ് പ്ലാറ്റ്ഫോമുകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ എക്സാം ഏതാണെങ്കിലും അതിൻ്റെ എല്ലാ സബ്ജക്റ്റുകളും
എല്ലാ കണ്ടന്റും അൺഅക്കാഡമി പ്ലസ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ അൺഅക്കാഡമി പ്ലസിന്റെ മറ്റ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട് ധാരാളം കോഴ്സസ് അൺഅക്കാഡമി പ്ലസിൽ അവൈലബിൾ ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് പല ആസ്പിറൻസിനും ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ്. എന്നാൽ അത് വളരെ സിമ്പിൾ ആണ്, മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ബട്ട് ചിലർ അതിൽ വല്ലാതെ ലാഗ് ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടെങ്കിൽ അൺഅക്കാഡമിയിൽ ബാങ്ക് PO എക്സാംസ് അതുപോലെ തന്നെ SSC എക്സാംസിനൊക്കെ ക്ലാസ് എടുക്കുന്ന മികച്ച എഡ്യൂക്കേറ്റേഴ്സ് അവൈലബിൾ ആണ്. അവരുടെ വിവിധ ക്ലാസ്സസ് ഉണ്ടാവും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ. സോ ആ ക്ലാസ്സസ് നിങ്ങൾക്ക് അൺഅക്കാഡമി പ്ലസ് ഉണ്ടെങ്കിൽ ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ഉള്ളതുപോലെ തന്നെ ഒരു പ്രശ്നമാണ് ലാംഗ്വേജിലും. പല ആസ്പിറൻസിനും ലാംഗ്വേജ് ഒരു ബുദ്ധിമുട്ടാണ്. ലാംഗ്വേജിൽ വളരെ പോറായിട്ട് സ്കോർ ചെയ്യുക, അല്ലെങ്കിൽ ലാംഗ്വേജിൽ 1-2 ക്വസ്റ്റ്യൻസ് തെറ്റിച്ചതിന്റെ പേരിൽ ലിസ്റ്റിൽ ഇടം പിടിക്കാതെ പോകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ യൂഷ്വലായിട്ട് കേൾക്കുന്നതാണ്. സോ അത്തരം ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ ഏരിയാസ് എല്ലാം വളരെ നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യാം. സോ നിങ്ങൾക്ക് കൺവെൻഷനലി പ്രിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ തീർച്ചയായിട്ടും അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ മികച്ച കോഴ്സസ് ഈ ഏരിയയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ അൺഅക്കാഡമി പ്ലസിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ആണ് അവിടെ ഒരു ലാംഗ്വേജ് ബാരിയർ ഇല്ല. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ റീജിയണൽ ലാംഗ്വേജിൽ തന്നെ നിങ്ങളുടെ എക്സാമിന് വേണ്ട അക്കാഡമിക് കണ്ടന്റ്സ് അവൈലബിൾ ആണ്, ബോത്ത് വീഡിയോ ആസ് വെൽ ആസ് പ്രിന്റഡ് മെറ്റീരിയൽസ്. ഓക്കെ, അപ്പോൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ല. പ്രിന്റഡ് മെറ്റീരിയൽസ് ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കും, ബട്ട് ക്ലാസ്സസ് വിൽ ബി ഇൻ മലയാളം. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളുടെ റീജിയണൽ ലാംഗ്വേജിൽ ക്ലാസ്സസ് ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഹിന്ദിയിലും ഇംഗ്ലീഷിലും മാത്രം ഓൺലൈൻ പോർട്ടൽസിൽ ക്ലാസ് കേട്ട് ശീലിച്ചാൽ നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും ഒരു വ്യത്യസ്ത അനുഭവമായിരിക്കും. സോ അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ഓപ്ഷൻ യൂസ് ചെയ്ത് ആ കണ്ടന്റ്സ് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് നിങ്ങളുടെ സൗകര്യാർത്ഥം ഏത് ഷെഡ്യൂളിലാണോ നിങ്ങൾക്ക് പഠിക്കാൻ സമയമുള്ളത് ആ സമയത്ത് നിങ്ങൾക്ക് അതിരുന്ന് കാണാവുന്നതാണ്. സോ ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞു പ്ലസ് ഡാഷ്ബോർഡിൽ എഡ്യൂക്കേറ്ററുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. ദെൻ നിങ്ങൾക്ക് ലൈവ് പോൾസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതായത് ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യുന്ന വേളയിൽ തന്നെ എഡ്യൂക്കേറ്റർ എന്ത് ചെയ്യും, ഇപ്പോൾ പഠിച്ച ക്വസ്റ്റ്യൻ്റെ എല്ലാം ധാരാളം പോൾസ് ക്ലാസ്സിൽ ഇടാറുണ്ട്. സോ നിങ്ങൾക്കത് അപ്പം തന്നെ ആ പോളിൽ പങ്കെടുക്കാം. നിങ്ങളുടെ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പെട്ടെന്ന് മില്ലി സെക്കൻഡ്സിനുള്ളിൽ തന്നെ ഓക്കെ അതിനുള്ളിൽ തന്നെ മനസ്സിലാവും. ഓൾസോ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ എത്ര സമയമെടുത്തു എന്ന കാര്യവും നിങ്ങൾക്ക് വ്യക്തമായി തന്നെ മനസ്സിലാവും. സോ അതെല്ലാം ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു പ്ലസ് അക്കൗണ്ട് അത്യാവശ്യമാണ്. ദെൻ അൺഅക്കാഡമിയുടെ എക്സാം അനാലിസിസ് ടെംപ്ലേറ്റ് ആണ് ഈ കാണുന്നത്. ഓക്കെ, സോ നമ്മളൊരു എക്സാം അൺഅക്കാഡമി പ്ലസിൽ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഡീറ്റെയിൽഡ് അനാലിസിസ് തന്നെ നിങ്ങളുടെ പോസ്റ്റ് എക്സാം സെഷനിൽ അൺഅക്കാഡമി പ്ലസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു, എത്ര കറക്റ്റ് ആൻസർ ഉണ്ട്, എത്ര റോങ് ആൻസർ ഉണ്ട്, നിങ്ങളുടെ ആവറേജ് കൺസംഷൻ ടൈം എത്രയാണ്, ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ എടുക്കുന്ന നിങ്ങളുടെ ആൻസറിങ് ടൈം എത്രയാണ്, ഓൾസോ ആരാണ് ആ എക്സാമിലെ ടോപ്പർ, നിങ്ങളുടെ പൊസിഷൻ എത്രയാണ്. അപ്പോൾ ഇത്രയും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് കിട്ടും. സോ ആസ്പിറൻസ് മോക്ക് ടെസ്റ്റ് എടുക്കുന്ന വേളയിൽ നിങ്ങൾ ഏത് ഏരിയയിലാണ് ലാഗ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആ ഏരിയയിൽ കുറച്ചുകൂടെ എഫേർട്ട് ഇട്ട് നിങ്ങൾക്ക് അതൊന്ന് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ ഉള്ള അവസരമുണ്ട്. അപ്പോൾ അതിന് ആദ്യം വേണ്ടത് പ്രോപ്പർ അനാലിസിസ് ആണ്. ജസ്റ്റ് അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്തരം സർവീസസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പലപ്പോഴും നോട്ട് ഉണ്ടാക്കിയിട്ടൊക്കെ ആയിരിക്കും ഒരുപാട് സമയം കളയാം. അതിൻ്റെ യാതൊരു ആവശ്യമില്ല. PPTs ആൻഡ് PDFs എല്ലാം അൺഅക്കാഡമി പ്ലസ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു പ്ലസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലേണിംഗ് മെറ്റീരിയൽ എല്ലാം നിങ്ങളുടെ വിരൽ തുമ്പിൽ കിട്ടുന്നതായിരിക്കും. Then about subscription plans, അൺഅക്കാഡമി 1 month തൊട്ട് 2 year വരെയുള്ള പ്ലാൻസ് ഉണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോ കോസ്റ്റ് EMI ഓപ്ഷൻ അവൈലബിൾ ആണ്. 6, 12, 24 months പാക്കേജ്. ഓക്കെ, സോ ഈ 3 പാക്കേജിനും എന്തുണ്ട്, നോ കോസ്റ്റ് EMI ഓപ്ഷൻ അവൈലബിൾ ആണ്. നമ്മുടെ സ്റ്റാർട്ടർ പാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ജസ്റ്റ് 1260 റുപ്പീസിലാണ്. അപ്പോൾ ജസ്റ്റ് അൺഅക്കാഡമി പ്ലാറ്റ്ഫോം ഒന്ന് ട്രൈ ചെയ്യുന്ന അല്ലെങ്കിൽ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആസ്പിറൻസ് ഈ ഒരു 1 monthന്റെ സ്റ്റാർട്ടർ പ്ലാൻ എടുക്കാം. ദെൻ ഇനി വരുന്ന എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ 3 monthsന്റെ പ്ലാൻ ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്.
Okay, it will come around rupees 3,510. Then 6 months plan ഉണ്ട് 5,040 rupees ആണ്. സോ പെർ മന്ത് വെറും 840 rupees മാത്രമേ വരുള്ളൂ. ഓക്കെ, സോ ആ പ്ലാൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 6 മാസത്തിനകത്ത് നടക്കുന്ന എല്ലാ എക്സാംസിന്റെയും കണ്ടന്റ് കിട്ടും. ദെൻ നിങ്ങൾ ഒരു ഒരു എക്സാമിനേഷൻ ഇയറിലെ എല്ലാ എക്സാംസും അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 1 year സബ്സ്ക്രിപ്ഷൻ എടുക്കുക. ഒരു മാസം വെറും 525 rupees മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് EMI ഓപ്ഷൻ ഉപയോഗിച്ച് അടയ്ക്കാവുന്നതാണ്. ഓൾസോ നിങ്ങളൊരു ലോങ് ടേം ആസ്പിറന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 2 വർഷം നീണ്ടു നിൽക്കുന്ന പാക്കേജ് എടുക്കാം. 7,560 rupees മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ 7,560 rupees ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 24 മാസം, അതായത് 2 വർഷത്തെ എല്ലാ എക്സാംസിന്റെയും കണ്ടന്റ് നിങ്ങൾക്ക് അൺഅക്കാഡമി പ്ലസിൽ ആക്സസ് ചെയ്യാം. ദെൻ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഈ ഓഫർ കൂടാതെ ഒരു 10% അഡീഷണൽ ഓഫറിനുള്ള ഒരു അവസരമുണ്ട്. എൻ്റെ സബ്സ്ക്രിപ്ഷൻ കോഡായ Arun01, ഓക്കെ, ഈ കോഡ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ എമൗണ്ടിൽ നിന്നും നിങ്ങൾക്ക് ഒരു ഫ്ലാറ്റ് 10% ഓഫ് കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഈ സർവീസ് എല്ലാവരും പ്രയോജനപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും ചീപ്പായ ഒരു എമൗണ്ടിൽ ഇത്രയും അധികം അക്കാഡമിക് കണ്ടന്റ്സ് തരുന്ന മറ്റ് പ്ലാറ്റ്ഫോംസ് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, സോ എൻ്റെ സബ്സ്ക്രിപ്ഷൻ കോഡ് മറക്കണ്ട, Arun01. ഓക്കെ, നിങ്ങൾക്ക് ഒരു 10% ഓഫ് കൂടെ കിട്ടും. സോ ദെൻ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ്, നമ്മളെ മലയാളത്തിലെ മൗലിക അവകാശങ്ങൾ എന്ന് പറയും. അതിന്റെ പാർട്ട് 1 ആണ് നമ്മൾ എടുക്കുന്നത്. സോ ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ എന്നത് കുറച്ച് വലിയ ടോപ്പിക് ആയതുകൊണ്ട് നമ്മൾ അതിനെ ഒരു 2 പാർട്ടായി സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സോ അതിന്റെ ഫസ്റ്റ് പാർട്ട് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം കുറച്ച് ഫാക്ട് വെച്ച് തുടങ്ങാം. അപ്പോൾ മൗലിക അവകാശങ്ങളെ കുറിച്ച് ഭരണഘടനയിൽ പറയുന്ന ഭാഗം പാർട്ട് 3 ആണ്. ഓക്കെ, 3ാം ഭാഗത്തിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത്. ദെൻ ആർട്ടിക്കിൾസിന്റെ നമ്പർ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളാണ്. ഓക്കെ, നമുക്കിപ്പോൾ 19 ആർട്ടിക്കിൾ 20, 21 അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നല്ല ധാരണ ഉണ്ടാവും. ബട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ സെക്ഷൻ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് തുടങ്ങുന്നത് ആർട്ടിക്കിൾ 12 നിന്നാണ്. ദെൻ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് സെക്ഷനെയാണ് മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ ഫാക്ട്സ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് ഇതൊന്ന് മെമ്മറൈസ് ചെയ്യുക. 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ്. ഓക്കെ, ജസ്റ്റ് അതൊന്ന് റിമെമ്പർ ചെയ്യാം. പാർട്ട് 3 ഏതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത്. സോ ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ എത്ര തരത്തിലുള്ള മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ പ്രാഥമികമായിട്ട് ആദ്യഘട്ടത്തിൽ 7 തരത്തിലുള്ള മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, സോ അതിലെ ഒരു അവകാശമായ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്ത് ചെയ്തു? 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് ഡിലീറ്റ് ചെയ്തു കളഞ്ഞു. ഓക്കെ, ഈ ആർട്ടിക്കിൾ 31 എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഓപ്പറേഷണൽ അല്ല. പകരം ഭൂമിയുടെ മേലുള്ള അവകാശം ഒരു ഭരണഘടനാ അവകാശം എന്നതിൽ നിന്ന് മാറ്റി നിയമം മൂലമുള്ള ഒരു അവകാശമായി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, സോ ഇപ്പൊ കറന്റ് നമുക്ക് 6 ടൈപ്പേ ഉള്ളൂ. എന്നാൽ നമുക്ക് ഏതൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു ഇക്വാലിറ്റി. ഓക്കെ, തുല്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഭരണഘടനയുടെ വിവിധ അനുച്ഛേദങ്ങളെ കുറിച്ച് പറയുന്നത് റൈറ്റ് ടു ഇക്വാലിറ്റി. ഓക്കെ, ആ ഹെഡിന് അടിയിലാണ് ആ ആർട്ടിക്കിൾസ് എല്ലാം വരിക. അപ്പൊ ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിൾസ് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? തുല്യത. ഓക്കെ, റൈറ്റ് ടു ഇക്വാലിറ്റിക്ക് വേണ്ടി. ദെൻ റൈറ്റ് ടു ഫ്രീഡം. ഓക്കെ, പലതരത്തിലുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ച് എല്ലാം പറയുന്ന ആർട്ടിക്കിൾസ് ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ്. റൈറ്റ് ടു ഫ്രീഡം. ഓക്കെ, വിവിധ തരത്തിലുള്ള സ്വാതന്ത്ര്യം, നമ്മളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം, ഓക്കെ, അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തന സ്വാതന്ത്ര്യം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത് ആ ആർട്ടിക്കിൾസിന്റെ അടിയിലാണ്. ഓക്കെ, നമ്മളത് ഓരോ ആർട്ടിക്കിളും വളരെ ഡെപ്ത് ആയിട്ട് തന്നെ നമ്മൾ ഈ ക്ലാസ്സിൽ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദെൻ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള ആർട്ടിക്കിൾസ് 23ാമത്തെയും 24ാമത്തെയും ആർട്ടിക്കിളാണ്. ഓക്കെ, സോ ചൂഷണത്തിനെതിരെയുള്ള ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 23 ആൻഡ് ആർട്ടിക്കിൾ 24. ദെൻ മതസ്വാതന്ത്ര്യത്തെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾസ് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ്. മതസ്വാതന്ത്ര്യത്തെ കുറിച്ച് പരിഗണിക്കുന്ന അല്ലെങ്കിൽ മതസ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്ന ഭരണഘടനാപരമായ പ്രൊവിഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ്. അതുപോലെ തന്നെ സാംസ്കാരികവും വിദ്യാഭ്യാസവുപരമായിട്ടുള്ള അവകാശങ്ങൾ, അതിനെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 29 ആൻഡ് 30.
ആർട്ടിക്കിൾ 29, 30 എന്താണ്, മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിലുള്ളവർക്ക് അവരുടേതായ സ്കൂൾസോ കോളേജസോ എല്ലാം സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറയുന്നത് ആ ആർട്ടിക്കിൾസിലാണ്. സോ ആർട്ടിക്കിൾ 29 to 30 ആണ് എന്തെന്ന് പറയുന്നത്, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്. ദെൻ ഇതിപ്പോൾ എന്ത് കളഞ്ഞു, നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് എടുത്തു കളഞ്ഞു, റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നു. അല്ലെങ്കിൽ അത് ആർട്ടിക്കിൾ 31 ആയിരുന്നു. ഓക്കെ, ദെൻ ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അതായത് നമ്മളുടെ ഏതെങ്കിലും ഒരു ഭരണഘടനാപരമായ നമ്മളുടെ മൗലിക അവകാശം സ്റ്റേറ്റ് റദ്ദ് ചെയ്യപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റേറ്റ് അതിലേക്ക് കടന്നു കയറുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ലംഘനം ആരോപിച്ച് നമ്മൾക്ക് കോടതിയെ സമീപിച്ച് പരിഹാരം നേടിയെടുക്കാൻ സാധിക്കുന്നു. അതിനാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്നത്. ദെൻ നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ചില പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് സിറ്റിസൺസിനാണ് അവൈലബിൾ ആയിരിക്കുക, ബട്ട് ചിലത് എല്ലാവർക്കും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ സിറ്റിസണിന് അവൈലബിൾ ആയ എല്ലാ ഫണ്ടമെന്റൽ റൈറ്റും ഒരു ഫോറിനർക്ക് അവകാശപ്പെടാൻ സാധിക്കില്ല. ഓക്കെ, ബട്ട് ചില റൈറ്റ്സ് ഫോറിനേഴ്സിനും സിറ്റിസൺസിനും കോമൺ ആണ്, ബട്ട് ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് സിറ്റിസൺസിന് മാത്രമുള്ളതാണ്. പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു അബ്സല്യൂട്ട് റൈറ്റ് അല്ല, അല്ലെ? ഗവൺമെന്റിന് ഗൗരവതരമായ സാഹചര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നിയന്ത്രിക്കാൻ എല്ലാം സാധിക്കും. അപ്പോൾ ഒരു അബ്സല്യൂട്ട് പവർ ഇതല്ല, അബ്സല്യൂട്ട് റൈറ്റ് അല്ല, ബട്ട് ക്വാളിഫൈഡ് റൈറ്റ് ആണ്. ദെൻ ഇതിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആക്ഷനെതിരെയുള്ള ഒരു ചെക്ക് ആയിട്ടാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മളുടെ മൗലിക അവകാശങ്ങൾ അങ്ങനെ സ്റ്റേറ്റിന് തോന്നുന്ന രീതിക്കൊന്നും എടുത്തു മാറ്റാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ സ്റ്റേറ്റിന്റെ പല വിവേചനപരമായ അധികാരങ്ങൾക്കും എതിരെയുള്ള ഒരു പ്രതിരോധമാണ് എന്ന് പറയുന്നത് നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ചിലത് നെഗറ്റീവ് ഇൻ ക്യാരക്ടറാണ്. ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താണ്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നതാണ് ഈ പറയുന്ന നെഗറ്റീവ് ക്യാരക്ടർ എന്ന്. അതായത് സ്റ്റേറ്റിനെ ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും തടുത്ത് നിർത്തുന്നു, അതുകൊണ്ടാണ് നെഗറ്റീവ് ക്യാരക്ടർ എന്ന് പറയുന്നത്. പിന്നീട് ഫണ്ടമെന്റൽ റൈറ്റ്സ് ജസ്റ്റീഷ്യബിൾ ആണ്. അതായത് DPSP പോലെയല്ല, ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും കോടതിയെല്ലാം സമീപിക്കാൻ നമുക്ക് സാധിക്കും. എന്നാൽ DPSP നടപ്പിലാക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആർക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോടതിയെ സമീപിക്കാൻ പറ്റില്ല. കാരണം DPSP എന്ന് പറയുന്നത് എന്തല്ല, ജസ്റ്റീഷ്യബിൾ ആയ ഒരു പ്രൊവിഷൻ അല്ല. ദെൻ ആരാണ് നമ്മളുടെ ഭരണഘടനാപരമായിട്ടുള്ള മൗലിക അവകാശങ്ങളെ കാത്തു രക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും അത് മറ്റാരുമല്ല, സുപ്രീം കോർട്ടാണ്. ഓക്കെ, നമ്മളുടെ മൗലിക അവകാശങ്ങളെ പ്രതിരോധിക്കുന്നതും ഇതാക്കുന്നതും ആരാണ്? സുപ്രീം കോർട്ടാണ്. ദെൻ അതുപോലെ തന്നെ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, പെർമനന്റ് ആയ ഒരു കാര്യമല്ല, അല്ലെ? അത് തീർച്ചയായിട്ടും പാർലമെന്റിന് ഒരു പ്രോസസ്സിലൂടെ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാറ്റാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മൗലിക അവകാശങ്ങൾ എന്ത് ചെയ്യാൻ സാധിക്കും, ഒരു അസാധാരണ സാഹചര്യം, അതായത് ഒരു ദേശീയ എമർജൻസി പോലുള്ളതെല്ലാം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ സാധിക്കും, ഫണ്ടമെന്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യാൻ സാധിക്കും. ദെൻ ആർട്ടിക്കിൾ 20 ആൻഡ് ആർട്ടിക്കിൾ 21. ഓക്കെ, അത് ഒരു കാരണവശാലും ഭരണഘടന വന്നു കഴിഞ്ഞാലും സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, കാരണം റൈറ്റ് ടു ലൈഫ് എല്ലാം കിടക്കുന്ന ആർട്ടിക്കിളാണ്. ഓക്കെ, അപ്പൊ നാഷണൽ എമർജൻസി വന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളുടെ എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സും പിൻവലിക്കാൻ പറ്റില്ല. 20ഉം 21ഉം അവിടെ തന്നെ കാണും. ദെൻ നമുക്കൊരു ഫാക്ട് തുടങ്ങാം. നമ്മൾ പറഞ്ഞ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആർട്ടിക്കിൾ 12 എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 12 സ്റ്റേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് ആർട്ടിക്കിൾ 12 സ്റ്റേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 12ലുള്ള സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആർട്ടിക്കിൾ 12 സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും പാർലമെന്റും ഉൾപ്പെടും, ഗവൺമെന്റ് ഓഫ് സ്റ്റേറ്റും സംസ്ഥാന നിയമസഭയും ഉൾപ്പെടും, അതുപോലെ തന്നെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സ്റ്റേറ്റ് എന്ന് പറഞ്ഞ നിർവചനത്തിനകത്ത് പെടും. അപ്പൊ നമ്മളുടെ ഇനി ഡിസ്കഷനിൽ വരുന്ന കറണ്ട് അഫയേഴ്സ് ആർട്ടിക്കിൾസിലെല്ലാം സ്റ്റേറ്റ് എന്ന് പറഞ്ഞ പ്രൊവിഷൻ കാണും. അപ്പോൾ എന്താണ് സ്റ്റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട്, സംസ്ഥാന ഗവൺമെന്റ് ഉണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്, അതുപോലെ തന്നെ നിയമം വഴി സ്ഥാപിതമായ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഉത്തരവിന്റെ ഭാഗമായി സ്ഥാപിതമായ സ്ഥാപനങ്ങളും ഉണ്ട്. അപ്പൊ ഇതെല്ലാം സ്റ്റേറ്റിന്റെ അടിയിലാണ് വരുന്നത്.
ദെൻ ഒരു സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ഈവൻ പ്രൈവറ്റ് ബോഡി ആണെങ്കിൽ പോലും അതെന്താണ്, സ്റ്റേറ്റിനകത്ത് വരും. എങ്ങനെ? ഗവൺമെന്റിന്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗവൺമെന്റുമായി അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതും എന്താണ്, തീർച്ചയായിട്ടും സ്റ്റേറ്റിന്റെ പരിധിയിൽ വരുന്നതാണ്. സോ ഇത്രയാണ് ആർട്ടിക്കിൾ 12നെ കുറിച്ചുള്ളൂ. ആർട്ടിക്കിൾ 12 എന്ന് പറയുന്നത് എന്താണ്, സ്റ്റേറ്റിന്റെ നിർവചനത്തെ കുറിച്ച് പറയുന്നതാണ്. ദെൻ നമുക്ക് അടുത്തൊരു ഫാക്ട് പഠിക്കാം, ആർട്ടിക്കിൾ 13. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ 13 എന്താണ് പറയുന്നത് വെച്ചാൽ ഗവൺമെന്റ് എന്ത് നിയമമോ നിയന്ത്രണമോ കൊണ്ടുവന്നാലും അത് ഈ പറയുന്ന മൗലിക അവകാശങ്ങൾക്ക് എതിരാണെങ്കിൽ അത് എന്ത് ചെയ്യപ്പെടും, അത് നിലനിൽക്കില്ല എന്നതാണ് ആർട്ടിക്കിൾ 13 പറയുന്നത്. ഓക്കെ, ദെൻ ആർട്ടിക്കിൾ 13 എന്ന് പറയുന്നത് എന്താണ്, ആദ്യകാലത്ത് അതൊരു ഭരണഘടനാ ഭേദഗതി ആണെന്നും ആ ഭരണഘടനാ ഭേദഗതി എന്നത് ഒരു നിയമമല്ല എന്നും, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞു. ബട്ട് കേശവാനന്ദ ഭാരതി കേസിൽ കോടതി അത് എന്ത് ചെയ്തു, ആ വിധി ഓവർടേൺ ചെയ്തു. ദെൻ നമുക്ക് നോക്കാം റൈറ്റ് ടു ഇക്വാലിറ്റി. ഓക്കെ, തുല്യതയ്ക്ക് വേണ്ടിയുള്ള അവകാശത്തെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടന എന്താണ് പറയുന്നത്? എന്താണ് തുല്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള അവകാശം എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും നിയമത്തിന്റെ മുമ്പിൽ എല്ലാ മനുഷ്യരും തുല്യരായിട്ട് നിൽക്കുക എന്നതാണ് നമ്മൾ ലീഗൽ ഇക്വാലിറ്റിയൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ അതുപോലെ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ്, അതായത് ലൈക്സ് ആയ ആൾക്കാരെ, ഓക്കെ, സോ ഒരേ തരത്തിലുള്ള ആൾക്കാരെ തമ്മിൽ എന്ത് പാടില്ല, അവർക്കിടയിൽ വിവേചനം പാടില്ല. തുല്യമായ നീതിയുടെ വിതരണമാണ് റൈറ്റ് ടു ഇക്വാലിറ്റി. റൈറ്റ് ടു ഇക്വാലിറ്റിയെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 14. അപ്പൊ ഈ കൺസെപ്റ്റ് ഒറിജിനേറ്റ് ചെയ്തത് ബ്രിട്ടനിലാണെങ്കിലും നമ്മൾ ഈ കൺസെപ്റ്റ് എടുത്തിരിക്കുന്നത് USA എന്നാണ്. ഓക്കെ, ദെൻ നമ്മളുടെ മൗലിക അവകാശങ്ങളൊക്കെ എന്താണ്, അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞു അതങ്ങനെ പെർഫെക്റ്റ്ലി എപ്പോഴും ഉള്ള കാര്യമല്ല. ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ട് തന്നെയാണ് നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ പ്രൊവിഷൻസ് ഏതൊക്കെയാണ് നമ്മൾ പഠിക്കാം. സോ എന്തൊക്കെ എക്സെപ്ഷൻ ആണ് ഉള്ളത്? നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റും നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റിൽ എന്ത്, അതായത് ആർട്ടിക്കിൾ 14ൽ എന്ത് എക്സെപ്ഷൻ ആണ് ഉള്ളത്? എക്സെപ്ഷൻ പ്രസിഡന്റിനും ഗവർണർക്കും ഉണ്ട്. ഓക്കെ, രാജ്യത്തിന്റെ തലവനും അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ തലവനും എന്തുണ്ട്, ചില എക്സെപ്ഷൻസ് ഉണ്ട്. അവരുടെ ഓഫീസിൽ ഇരിക്കുന്ന കാലത്തോളം അവർക്കെതിരെ ഒരു കേസ് ചുമത്താനോ അവരെ അറസ്റ്റ് ചെയ്യാനോ പറ്റില്ല. ഓക്കെ, ഇത് തന്നെയാണ് പ്രസിഡന്റിന്റെ കാര്യത്തിലും ഉള്ളത്. അതുപോലെ തന്നെ ക്രിമിനൽ സിവിൽ പ്രൊസീഡിങ്സിൽ നിന്ന് അവർക്ക് എന്തുണ്ട്, ഇമ്മ്യൂണിറ്റി ഉണ്ട്. ദെൻ ഈ പറയുന്ന സ്ഥാനത്ത് ഇരിക്കുന്നവർ ഒരു കോടതിയിലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഉത്തരം പറയേണ്ട ആവശ്യമില്ല. ഇവർക്ക് എതിരെ ഒരു ക്രിമിനൽ കേസും എടുക്കൽ സാധ്യമാവില്ല. അപ്പൊ അങ്ങനെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. അതായത് ഗവർണേഴ്സും അതുപോലെ തന്നെ പ്രസിഡന്റ്സും എന്താണ്, ഒരു എക്സെപ്ഷൻ ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ. ദെൻ അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷനും അവരുടെ ഏജൻസിയും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഉണ്ട് അവർക്ക്, അല്ലെ, ഐക്യരാഷ്ട്ര സഭയിലല്ലേ. അപ്പൊ അവർക്ക് എന്തുണ്ട്, ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഉണ്ട്. അവരെയും നമുക്ക് ശിക്ഷിക്കാനോ ഇതിനുള്ള അധികാരമില്ല. അതുപോലെ തന്നെ ഫോറിൻ സോവറിൻ, വിദേശ രാജ്യത്തെ ഭരണത്തലവന്മാർക്ക്, അതുപോലെ തന്നെ അംബാസിഡർമാർക്ക്, ഡിപ്ലോമാറ്റുകൾക്ക്, അവർക്കൊക്കെ നമ്മൾ എന്താണ്, അവരെ അങ്ങനെ ഒപ്പം ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്കൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ പ്രൊവിഷൻസ് ഉണ്ടാകും. ഓക്കെ, ദെൻ ആർട്ടിക്കിൾ 31C പറയുന്നത് എന്താണ്, തീർച്ചയായിട്ടും ഈ പറയുന്ന നമ്മളുടെ ആർട്ടിക്കിൾ 14ൽ വിവേചനം കൊണ്ടുവരാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതായത് DPSP, നമ്മൾ പറഞ്ഞ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, DPSP ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആയ ആർട്ടിക്കിൾ 14ൽ നമുക്ക് ഡിഫറൻസ് കൊണ്ടുവരാം. ഓക്കെ, അതിൽ നമുക്ക് റീസണബിൾ ആയ വിവേചനം കൊണ്ടുവരാമെന്നാണ് പറയുന്നത്. അത് ഒറ്റ പ്രൊവിഷനേ ഉള്ളൂ, നമ്മളുടെ DPSP നടപ്പിലാക്കുന്നതിന് വേണ്ടി മാത്രം. Then Article 15 prohibition of discrimination on certain grounds, അല്ലെ, പലതരത്തിലുള്ള വിവേചനങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത്. എന്തൊക്കെ തരത്തിലുള്ള വിവേചനമാണ്? മതത്തിന്റെ അടിസ്ഥാനത്തിൽ, ഓക്കെ, റേസിന്റെ അടിസ്ഥാനത്തിൽ, ജാതിയുടെ അടിസ്ഥാനത്തിൽ, ലിംഗത്തിന്റെ അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ ജനന സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ അടക്കമുള്ള എല്ലാ തരത്തിലുള്ള വിവേചനങ്ങളെയും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ആർട്ടിക്കിൾ 15 ഒരു വിവേചനം, ആ വിവേചനത്തെ എന്ത് ചെയ്യുന്നുണ്ട്, അവസാനിപ്പിക്കുന്നുണ്ട്. ഭരണഘടനാപരമായ ഒരു പ്രൊവിഷനിലൂടെയാണ്
നമ്മളത് അവസാനിപ്പിച്ചത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് വിവേചനം പാടില്ല എന്ന് പറയുമ്പോൾ അതിന്റെ കുറച്ചൊരു ഡെപ്തിൽ പോകും. അതായത് കടകളിലേക്കുള്ള ആക്സസ്, പബ്ലിക് റെസ്റ്റോറൻറ്റ്, ഹോട്ടൽസ്, പ്ലേസസ്, പബ്ലിക് എന്റർടൈൻമെന്റ്, അവിടെയൊന്നും നമുക്ക് ഇതിന്റെ പേരിൽ ആരെയും തടയാൻ പറ്റില്ല. റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്, ഇതിന്റെ പേരിൽ തടയാൻ പറ്റില്ല. അതുപോലെ തന്നെ കിണർ ഉപയോഗിക്കുന്നതിനോ മറ്റു റോഡുകൾ ഉപയോഗിക്കുന്നതിൽ നിന്നോ ഒന്നും തടയാൻ പറ്റില്ല. ഓക്കെ. ദെൻ ഇതിൽ ചില എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി ചില സ്പെഷ്യൽ പ്രൊവിഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ സാമൂഹ്യവും വിദ്യാഭ്യാസവുപരമായി പിറകിൽ നിന്ന വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് SC/ST പോലുള്ള വിഭാഗങ്ങൾക്കും എന്തുണ്ട്, ചില എനേബിളിംഗ് പ്രൊവിഷൻസ് ഉണ്ട്. അവർക്ക് ഓക്കെ, അവരങ്ങനെ പെർഫെക്റ്റ്ലി ഫ്രീ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില പ്രൊവിഷൻസ് ഉണ്ട്. ഓക്കെ. സോ അതെല്ലാവർക്കും അങ്ങനെ ഈക്വലി ആക്സസിബിൾ അല്ല കാര്യമല്ല. ചില നമ്മൾ ഗവർണറുടെ ഒക്കെ കേസിൽ പറഞ്ഞതുപോലെ ചില പ്രൊവിഷൻസ് ഉണ്ട്. കുട്ടികൾക്ക്, സ്ത്രീകൾക്കൊക്കെ സംവരണം കൊണ്ടുവരുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് ഭരണഘടനയിലുണ്ട്. അപ്പോൾ അതൊന്നും ഒരു ഡിസ്ക്രിമിനേഷന്റെ ഭാഗമല്ല. ദെൻ ആർട്ടിക്കിൾ 16 പറയുന്നത് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ്. അതായത് ഇപ്പൊ നമ്മളുടെ PSCയോ അങ്ങനെ ആരെങ്കിലും എക്സാം നടത്തി എടുക്കുന്ന പരീക്ഷയിൽ എന്ത് വേണം, അവസരങ്ങളുടെ തുല്യത വേണം അല്ലെ. 2 ആസ്പിറൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും, അപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ അതിലെ കാര്യങ്ങൾ എങ്ങനെയാണ് എക്സാം നടക്കുന്നതൊക്കെ. അപ്പൊ എന്ത് വേണം, അവസരങ്ങൾ തുല്യമായിരിക്കണം എല്ലാവർക്കും. ആ എക്സാമിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എന്ത് വേണം, അവസരങ്ങളുടെ തുല്യത വേണം. എന്നാൽ മാത്രമേ നമുക്കൊരു ഫെയർ കോമ്പറ്റീഷൻ എടുക്കാൻ പറ്റുള്ളൂ. സോ ആർട്ടിക്കിൾ 16 provides for equal opportunity for all citizens in matter or appointment of any office under the state. Okay, സ്റ്റേറ്റിന്റെ അണ്ടറിലുള്ള ഏത് ഓഫീസിലും അപ്പോയിന്റ്മെന്റ് കിട്ടുകയാണെങ്കിലും അവർക്ക് ബാക്കിയുള്ള അതേ ആസ്പിറൻസുമായി ഇക്വാലിറ്റി വേണം എന്നതാണ് ആർട്ടിക്കിൾ 16 പറയുന്നത്. ഇതിലും റേസ്, കാസ്റ്റ്, സെക്സ്, ഡിസെന്റ്, പ്ലേസ് ഓഫ് ബർത്തിന്റെ പേരിലുള്ള ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഇല്ല. ഓക്കെ. അപ്പോൾ എംപ്ലോയ്മെന്റിന്റെ കാര്യത്തിൽ എന്തുണ്ട്, എല്ലാവർക്കും തുല്യ അവസരങ്ങൾ കിട്ടും. ബട്ട് ഇതിൽ ചില എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ പാർലമെന്റ് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എംപ്ലോയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ അപ്പൊ ഇന്ന സ്ഥലത്ത് നിങ്ങൾ ജോലി ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിന്റെ പരിസരത്ത് താമസിക്കണമെന്നോ അങ്ങനെയൊക്കെയുള്ള നിയന്ത്രണം എന്ത് ചെയ്യാൻ പറ്റും, പാർലമെന്റിന് കൊണ്ടുപോകാൻ പറ്റും. ദെൻ അതുപോലെ തന്നെ ബാക്ക്വേർഡ് ക്ലാസസ്, ഓക്കെ, നമ്മൾ ചരിത്രപരമായി പിന്നോക്കം നിൽക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് അവർക്ക് വേണ്ടിയിട്ട് ചില സ്പെഷ്യൽ പ്രൊവിഷൻസ് ഭരണഘടനയിൽ കൊണ്ടുവരാം. അതൊരിക്കലും ആർട്ടിക്കിൾ 16 എതിരല്ല. അപ്പൊ എന്തൊക്കെയാണ് പാർലമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും, പ്ലേസ് ഓഫ് റെസിഡൻസിന്റെ കണ്ടീഷൻ വെക്കാം. ഒരു ഉദ്യോഗസ്ഥൻ എന്തെങ്കിലും ഒരു അപ്ലിക്കേഷൻ എടുക്കുന്ന സമയത്ത് ആ അപ്ലൈ ചെയ്യുന്നവര് ഇതിന്റെ പരിസരത്ത് താമസിക്കുന്നവരായിരിക്കണം, അല്ലെങ്കിൽ 5 കിലോമീറ്റർ പരിസരത്ത് താമസിക്കുന്നവരായിരിക്കണം എന്ന് പറഞ്ഞാൽ പ്ലേസ് ഓഫ് റെസിഡൻസിനെ നമുക്ക് കണ്ടീഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെ എന്താണ്, പിന്നോക്ക വിഭാഗക്കാർക്ക് സ്റ്റേറ്റ് സർവീസിലെല്ലാം എന്തുണ്ട്, സംവരണമുണ്ട്. ദെൻ അതുപോലെ പിന്നെ നമുക്ക് പറയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി വേണം, മതത്തിന്റെ പേരിലൊന്നും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ദേവസ്വം ബോർഡ് എടുക്കൂ കേരളത്തിലെ. ഓക്കെ. അപ്പൊ എന്താണ്, അതിലെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആ വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കണം എന്നൊരു നിബന്ധനയുണ്ട്. അപ്പൊ അത് എന്തിനെതിരല്ല, മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനമല്ല എന്ന് ഭരണഘടന വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഓക്കെ. സോ ഇതൊക്കെയാണ് ഒരു 3 എക്സെപ്ഷൻ. പാർലമെന്റിന് പ്ലേസ് ഓഫ് റെസിഡൻസിന്റെ കാര്യത്തിൽ ഒരു സ്റ്റിപ്പുലേഷൻ കൊണ്ടുവരാം. അതുപോലെ തന്നെ ബാക്ക്വേർഡ് ക്ലാസസിനുള്ള റിസർവേഷൻ ഉണ്ട്. ഓക്കെ. ദെൻ അതുപോലെ ചില പ്രത്യേക ഓഫീസേഴ്സ്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദേവസ്വം കമ്മീഷണറോ ദേവസ്വം പ്രസിഡന്റോ അങ്ങനെ മറ്റ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ അവരെ എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റുമെന്നാണ് ഭരണഘടന പറയുന്നത്. ദെൻ ആർട്ടിക്കിൾ 18 തൊട്ടുകൂടായ്മയെ തീർത്തും റദ്ദ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത്. അത് റദ്ദ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, അൺടച്ചബിലിറ്റി പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു ക്രിമിനൽ ഒഫൻസ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ. സോ അൺടച്ചബിലിറ്റീസ് ഒഫൻസസ് ആക്ട് 1955 ഉണ്ട്, അത് പിന്നീട് പരിഷ്കരിച്ചു. പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955. സോ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, ആർട്ടിക്കിൾ 17 അടിസ്ഥാനപ്പെടുത്തി വന്ന ലെജിസ്ലേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955. ദെൻ അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്, നമ്മളുടെ ഭരണഘടനയെല്ലാം നിലവിൽ വരുന്നതിനെല്ലാം ശേഷം
നമ്മളറിയാം മുമ്പ് ആൾക്കാർക്ക് പലതരത്തിലുള്ള അധികാര സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. മഹാരാജ, രാജാ ബഹദൂർ, റായ് ബഹദൂർ, ദിവാൻ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അവരുടെ പേരിന്റെ കൂടെ പലതരം ടൈറ്റിൽസ് ഉണ്ട്. ബട്ട് ഭരണഘടന നിലവിൽ വന്നതോടുകൂടി അത്തരം കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തു? റദ്ദ് ചെയ്തു. ഓക്കെ, കാരണം അതെല്ലാം വീണ്ടും നമ്മളുടെ പഴയ കാലത്തെ തിരിച്ചു കൊണ്ടുവരുന്നും ആ മെമ്മറീസ് വരുമെന്നുള്ളത് കൊണ്ടുമെല്ലാം ഒരു ഇഗാലിറ്റേറിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് എന്ത് ചെയ്തു? ഈ പറയുന്ന ടൈറ്റിൽസ് എല്ലാം റിമൂവ് ചെയ്തു. ബട്ട് അക്കാഡമിക് ടൈറ്റിൽസ് നമുക്ക് വെച്ച് നടക്കാം. അതായത് ഡോക്ടർ, പ്രൊഫസർ, ഓക്കെ, മുതലായ കാര്യങ്ങളെല്ലാം നമുക്ക് വെച്ച് നടക്കാം. അതിനൊന്നും തടസ്സമില്ല. അക്കാഡമിക് ടൈറ്റിൽസ് പ്രശ്നമില്ല. ബട്ട് മറ്റ് ടൈറ്റിൽസുകളാണ് നമുക്ക് ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്തു? നിരോധിച്ചു. ആ ടൈറ്റിൽസ് എല്ലാം എന്ത് ചെയ്തു? അബോളിഷ് ചെയ്ത് കളഞ്ഞു. ആ അബോളിഷ് ചെയ്ത ആർട്ടിക്കിൾ 18. സോ ദെൻ റൈറ്റ് ടു ഫ്രീഡം നമ്മൾ പറഞ്ഞു, പല കാര്യങ്ങൾക്കുമുള്ള ഫ്രീഡം. അപ്പൊ അത് പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 19 ആണ്. ഓക്കെ, നമ്മൾ ആർട്ടിക്കിൾ 18 പഠിച്ചു. സോ ആർട്ടിക്കിൾ 19 ആണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 19 6 തരത്തിലുള്ള ഫ്രീഡത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതിലെ ഫസ്റ്റ് ആണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. ഓക്കെ, വ്യക്തിയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണത്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. അപ്പൊ അത് ഭരണഘടന എന്ത് തരുന്നുണ്ട്? അനുവദിച്ച് തരുന്നുണ്ട് 19(1) ദെൻ റൈറ്റ് ടു അസംബിൾ പീസ്ഫുൾ വിത്തൗട്ട് ആംസ്. അതായത് ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സംഘം ചേരാൻ എന്തുണ്ട്? വ്യക്തികൾക്ക് ഭരണഘടന അവകാശം കൊടുക്കുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ അസോസിയേഷൻസ് ഫോം ചെയ്യാം, യൂണിയൻസ് ഫോം ചെയ്യാം, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്യാം. ആരും നമ്മളെ അതിൽ നിന്ന് തടയാൻ സാധിക്കില്ല. കാരണം ഭരണഘടനാ അനുച്ഛേദങ്ങൾ പ്രകാരം എന്തുണ്ട്? അസോസിയേഷൻ, യൂണിയൻ, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നിവ നമുക്ക് രൂപവൽക്കരിക്കാം. രാജ്യത്തെവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഫ്രീ മൂവ്മെന്റ്. ഓക്കെ, അതും എന്താണ്? നമ്മളുടെ ഒരു ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ്. ബട്ട് അതിന് ചില സമയത്ത് എന്താണ്? റെസ്ട്രിക്ഷൻസ് വരും. ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ടതോ മറ്റെന്തെങ്കിലോ കാര്യങ്ങൾ വരുന്ന സമയത്ത്. സോ ഇപ്പൊ നോക്കൂ, ഇപ്പോൾ ഒരു കോവിഡ് പാൻഡമിക് സിറ്റുവേഷനിലാണ്. അപ്പൊ ഇപ്പോഴൊന്നും നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? നമ്മളുടെ മൂവ്മെന്റ് നടക്കില്ല. ഓക്കെ, സോ റൈറ്റ് ടു ഫ്രീലി മൂവ് ത്രൂ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. അപ്പൊ ഇന്ത്യയുടെ ടെറിട്ടറിയിലൂടെ എന്ത് ചെയ്യാം? വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള ഒരു അവകാശം നമുക്ക് മൗലിക അവകാശമായി തന്നെ ലഭിക്കുന്നുണ്ട്. ദെൻ റൈറ്റ് ടു റിസൈഡ് ആൻഡ് സെറ്റിൽ ഇൻ എനി പാർട്ട് ഓഫ് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഓക്കെ, അതായത് എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം? ഒരാൾക്ക് താമസിക്കാം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ജോലി എടുക്കാം. അപ്പൊ ഇതെല്ലാം വരുന്നത് ആർട്ടിക്കിൾ 19 അടിയിലാണ്. ഓക്കെ, അതുപോലെ തന്നെ മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വരുന്ന ഈ പറയുന്ന ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനിലാണ്. ദെൻ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്തിനെല്ലാം കുറിച്ചാണ് പറയുന്നത്? അതായത് നമ്മൾക്ക് നമ്മളുടെ വീക്ഷണം പറയുന്നതിനോ പ്രചരിപ്പിക്കുന്നതിനോ അതേപോലെ തന്നെയോ മറ്റൊരാളുടെ വീക്ഷണം പറയുന്നതിനെയോ പ്രചരിപ്പിക്കുന്നതിനെയോ എന്ത് തടയുന്നില്ല? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അതിന്റെ ഭാഗമാണ്. ദെൻ ഫ്രീഡം ഓഫ് പ്രസ്, അല്ലെ, മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം, അതും ആർട്ടിക്കിൾ 19(1) ഭാഗമാണ്. ഫ്രീഡം ഓഫ് കമേഴ്ഷ്യൽ അഡ്വർടൈസ്മെന്റ്, അതായത് കമേഴ്ഷ്യൽ അഡ്വർടൈസ്മെന്റ് ചെയ്യാനുള്ള ഫ്രീഡം എന്ന് പറയുന്നത് എന്തിന്റെ ഭാഗമാണ്? സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന്റെ ഭാഗമാണ്. ദെൻ റൈറ്റ് ടു ടെലികാസ്റ്റ്, ദാറ്റ് ഈസ് ഗവൺമെന്റ് ഹാസ് നോ മോണോപ്പൊളി ഇൻ ഇലക്ട്രോണിക് മീഡിയ. ഓക്കെ, അതുപോലെ തന്നെ ടെലികാസ്റ്റ് ചെയ്യാനുള്ള അവകാശം കിട്ടുന്നുണ്ട് ഫ്രീഡം ഓഫ് സ്പീച്ചിന്റെ എന്തിന്റെയും പേരിൽ. ഓക്കെ, സോ ദെൻ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാനുള്ള അവകാശമുണ്ട്. ഓക്കെ, അദ്ദേഹത്തിന് ഒന്നും സംസാരിക്കാതെ ഇരിക്കാനുമുള്ള അവകാശം ഉണ്ട്. ദെൻ പ്രീ സെൻസർഷിപ്പ്, ന്യൂസ് പേപ്പറിൽ പ്രീ സെൻസർഷിപ്പ് കൊണ്ടുവരുന്നതിന് എതിരെ ഉള്ള ധാരാളം പ്രൊവിഷൻസ് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അത് ഭരണഘടനയിൽ തന്നെ ഇത്തരം പ്രൊവിഷൻസ് എക്സ്പ്ലിസിറ്റ്ലി പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭാവിയിൽ മിസ്യൂസ് ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ന്യൂസ് പേപ്പറിൽ സെൻസർഷിപ്പ് ഏർപ്പെടുത്തുന്നതിനെല്ലാം ഇത് തടയുന്നുണ്ട്. ദെൻ എന്തൊക്കെയാണ് റെസ്ട്രിക്ഷൻസ്? നമ്മൾ പറഞ്ഞ ഈക്വൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നതിന് എന്തൊക്കെയാണ് റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയ്ക്കും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ് മാറും. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റേറ്റിന് എന്തെങ്കിലും ഭീഷണി ഉണ്ടെങ്കിൽ സെക്യൂരിറ്റി ഓഫ് ദ സ്റ്റേറ്റ്,
സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ സുരക്ഷ കണക്കിലെടുക്കേണ്ടി നമുക്ക് വരും. അതുകൂടെ കണക്കിലെടുത്തിട്ടാണ് ഈ പറയുന്ന മൗലിക അവകാശങ്ങളെ രൂപവൽക്കരിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ അയൽ രാജ്യങ്ങളുമായി ഒരു കാരണവശാലും ബന്ധം വഷളാവാനും പാടില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടില്ല? നമ്മൾ ഈ പറയുന്ന മൗലിക അവകാശങ്ങളൊന്നും കിട്ടില്ല. ബട്ട് അല്ലാത്ത സമയത്ത് നമുക്ക് ഈ പറയുന്ന മൗലിക അവകാശങ്ങൾ ഉണ്ട്. സോ ദെൻ പബ്ലിക് ഓർഡർ എന്താണോ, അന്നത്തെ ക്രമസമാധാന നില എന്താണോ അതെല്ലാം അനുസരിച്ചിട്ടാണ് ഈ പറയുന്ന ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അനുവദിച്ച് കിട്ടുക. അതുപോലെ തന്നെ ഡീസൻസി ആൻഡ് മൊറാലിറ്റി എന്നുള്ളത് ഒരു ക്രൈറ്റീരിയ ആണ്. അതുപോലെ തന്നെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, കോടതി അലക്ഷ്യ നടപടികൾ വന്നു കഴിഞ്ഞാൽ, കോടതി അലക്ഷ്യ നടപടി എടുത്തു കഴിഞ്ഞാൽ എന്ത് വേണം? ഓക്കെ, അതും നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ചിന്റെ അടിസ്ഥാനത്തിൽ നമുക്കതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കോടതി വിധിയെ എത്ര രൂക്ഷമായി വിമർശിച്ചതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, അല്ലെ? അപ്പൊ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വരുന്ന സമയത്ത് ഈ പറയുന്ന ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഒക്കെ നള്ളിഫൈ ചെയ്തു. അതുപോലെ തന്നെ ഡിഫോമേഷൻ, നമ്മൾ വ്യാജ പ്രചാരണങ്ങളോ അല്ലെങ്കിൽ അപകീർത്തികരമായ പരാമർശങ്ങൾ ഒരാൾക്കെതിരെ നടത്തുക, അയാളെ ബുള്ളി ചെയ്യുക. ഓക്കെ, സോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നാൽ അതിനും എന്തില്ല? ഈ പറയുന്ന ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന്റെ യാതൊരു സൗജന്യവും ഇല്ല. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിന് വേണ്ടി ആൾക്കാരെ കൂട്ടുക, സംഘടിപ്പിക്കുക, ഇൻസൈറ്റ്മെന്റ് നടത്തുക. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നാലും എന്ത് കിട്ടില്ല? ഈ പറയുന്ന ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന്റെ പ്രൊവിഷൻസ് അല്ലെങ്കിൽ ആ പറയുന്ന പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടില്ല. ദെൻ ഫ്രീഡം ഓഫ് അസംബ്ലി. എന്താണ് ഫ്രീഡം ഓഫ് അസംബ്ലി എന്ന് പറഞ്ഞാൽ? അതായത് നമുക്ക് പബ്ലിക് മീറ്റിംഗ്സ് നടത്താം, നമുക്ക് ഡെമോൺസ്ട്രേഷൻസ് നടത്താം, അതുപോലെ തന്നെ എന്താണ് പ്രൊസഷൻസ് നടത്താം. ഓക്കെ, സോ അങ്ങനെയെല്ലാം നടത്താനുള്ള അവകാശമാണ് എന്ത് വരുന്നത്? ഫ്രീഡം ടു അസംബ്ലി. ഓക്കെ, റൈറ്റ് ടു അസംബ്ലി വിത്തൗട്ട് പീസ്ഫുൾ മീൻസ് ഉണ്ട്. ദെൻ ഈ ഫ്രീഡം എന്ന് പറയുന്നത് എവിടെയാണ്? നമുക്ക് പബ്ലിക് ലാൻഡിൽ മാത്രമേ അവൈലബിൾ ആയിരിക്കുള്ളൂ. അത് പീസ്ഫുള്ളും ആയിരിക്കണം, അൺആംഡും ആയിരിക്കണം. അപ്പൊ ഒരു കൂട്ടം ആൾക്കാർ ആയുധങ്ങളും ഒക്കെ ആയിട്ട് വന്ന് സംഘം ചേർന്ന് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യില്ല? അത് അനുവദിച്ച് തരില്ല. അത് ഫ്രീഡം ഓഫ് അസംബ്ലിയുടെ പരിധിയിലല്ല വരുന്നത്. ഓക്കെ, ദെൻ അത് പബ്ലിക് ലാൻഡിൽ മാത്രമേ നടക്കുള്ളൂ. നമുക്ക് പ്രൈവറ്റ് ആയ ഒരു സ്പേസിൽ പോയി നമുക്ക് ഒത്തുകൂടാൻ പറ്റില്ല, അല്ലെ? നമുക്ക് ഭരണഘടനാപരമായ അവകാശം ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് എവിടെ പോയും ഒത്തുകൂടാൻ പറ്റില്ല. പബ്ലിക് ലാൻഡിൽ ചെയ്യാം. ഓക്കെ, ദെൻ നമ്മൾ പറയുന്ന ഈ മീറ്റിംഗ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? അതൊരിക്കലും വയലന്റ് ആവാൻ പാടില്ല, ഡിസോർഡറി ആവാൻ പാടില്ല, അതുപോലെ തന്നെ കലാപകാരെ ആവാനും പാടില്ല. ദെൻ എക്സെപ്ഷൻ, ഫ്രീഡം ഓഫ് അസംബ്ലിക്ക് എന്തൊക്കെയാണ് എക്സെപ്ഷൻ എന്ന് വെച്ചാൽ ഇന്ത്യയുടെ സുരക്ഷയും പരമാധികാരവും അത് ത്രെട്ടൺ ചെയ്യുന്ന അവസരത്തിൽ പ്രശ്നമുണ്ട്. ദെൻ അതുപോലെ തന്നെ 144 പ്രഖ്യാപിക്കുക, അതുപോലെ തന്നെ 141 എല്ലാം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫ്രീഡം ഓഫ് അസംബ്ലി ഇല്ല. 141 ഒക്കെ പ്രഖ്യാപിച്ചാൽ 5-ൽ കൂടുതൽ ആളെ കണ്ടു കഴിഞ്ഞാൽ അതൊരു ഇഷ്യൂ ആയിട്ട് തന്നെയാണ് എടുക്കാറുള്ളത്. ഓക്കെ, സോ ഫ്രീഡം ഓഫ് അസംബ്ലിയുടെ എക്സെപ്ഷൻ എന്ന് പറയുന്നത് ജില്ലാ കളക്ടർ പ്രഖ്യാപിക്കുന്ന 144, അതായത് നിരോധനാജ്ഞ. ഓക്കെ, അതുപോലെ തന്നെ സെക്ഷൻ 141. ദെൻ ഫ്രീഡം ഓഫ് അസോസിയേഷന്റെ ഭാഗമായി നമുക്ക് എന്തെല്ലാം തുടങ്ങാം? നമുക്ക് പൊളിറ്റിക്കൽ പാർട്ടീസ് തുടങ്ങാം, കമ്പനീസ് തുടങ്ങാം, പാർട്ട്ണർഷിപ്പ് ഫേമുകൾ തുടങ്ങാം, സൊസൈറ്റീസ്, ക്ലബ്സ്, ഓർഗനൈസേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്തിന്റെ പേരിൽ തുടങ്ങാം? ഈ പറയുന്ന ഫ്രീഡം ഓഫ് അസോസിയേഷന്റെ പേരിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ദെൻ ഇവിടെയും നമ്മൾ പറഞ്ഞു എല്ലാത്തിന്റെ കൂടി റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ വരുന്ന റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പരമാധികാരം, ഓക്കെ, അല്ലെങ്കിൽ ഇന്റഗ്രിറ്റി ത്രെട്ടൺ ചെയ്യപ്പെടുമ്പോഴാണ് നമ്മൾ ഇത് ഈ പറയുന്ന ഫ്രീഡം ഓഫ് അസോസിയേഷൻ കൊടുക്കാതെ ഇരിക്കുക. അതുപോലെ തന്നെ പബ്ലിക് ഓർഡർ, അല്ലെ, ക്രമസമാധാന പാലനത്തിന് പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ മൊറാലിറ്റി. അപ്പൊ ഇങ്ങനെയുള്ള ഒന്നും ഇല്ലാതിരിക്കുന്ന അവസരത്തിലാണ് ഈ പറയുന്ന നമുക്ക് എന്ത് കിട്ടുന്നത്? ഫ്രീഡം ഓഫ് അസോസിയേഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതിനൊന്നും വേണ്ടി, ഒരു സ്ഥലത്ത് പബ്ലിക് ഓർഡർ ഉണ്ടാക്കുന്നതിനൊന്നും വേണ്ടി നമ്മൾ ആളുകളെ സംഘടിച്ച് നിന്നു കഴിഞ്ഞാൽ എന്തില്ല? അതിനൊന്നും ഭരണഘടനാപരമായ പ്രൊട്ടക്ഷൻ ഇല്ല. സോ ദെൻ ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. ഓക്കെ, ഫ്രീഡം ഓഫ് മൂവ്മെന്റിന്റെ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ എവിടെയും സീംലെസ് ആയിട്ട് ട്രാവൽ ചെയ്യാനുള്ള ഭരണഘടനാപരമായ അവകാശമാണ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിലെല്ലാം വരുന്ന റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് ജനങ്ങളുടെ ഇൻട്രസ്റ്റുകൾ അനുസരിച്ച് നമ്മളുടെ അവകാശം എന്ത് ചെയ്യും? റീഅഡ്ജസ്റ്റ് ചെയ്ത് തരും. അല്ലെങ്കിൽ എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് എനി ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ഏതെങ്കിലും ഷെഡ്യൂൾഡ് ട്രൈബ് ഏരിയയിലാണെങ്കിൽ, ഇപ്പോൾ നമ്മളുടെ ആൻഡമാൻ നിക്കോബാറിലെല്ലാം പോകുന്നതിനെല്ലാം തടയുന്നത് ഇതുകൊണ്ടാണ്. ഓക്കെ, അതാണ് റീസണബിൾ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്.
ദെൻ ഫ്രീഡം ഓഫ് റെസിഡൻസ്, നമുക്ക് ഇന്ത്യയിൽ എവിടെയും വീട് വെച്ച് താമസിക്കാനുള്ള അവകാശമുണ്ട്. ഫ്രീഡം ഓഫ് പ്രൊഫഷൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇതിൽ കൂടുതൽ എക്സെപ്ഷൻസ് ഒന്നുമില്ല, അതുകൊണ്ടാണ് അത് അങ്ങനെ തന്നെ പറഞ്ഞത്. അപ്പൊ ഇതെല്ലാം നമ്മളുടെ ആർട്ടിക്കിൾ 14ന്റെ ഭാഗമായിട്ട് 19ന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇത് നമ്മൾ പറഞ്ഞു ഫ്രീഡം ഓഫ് പൊസഷനിലെ ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. ഇപ്പൊ ചില ജോലികൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്വാളിഫിക്കേഷൻ പറയാൻ പറ്റും, അല്ലെങ്കിൽ സർട്ടൻ ടെക്നിക്കൽ സ്റ്റാൻഡേർഡ്സ് നമുക്ക് വെക്കാൻ പറ്റും. അപ്പൊ അതെന്തല്ല, അത് ഫ്രീഡം ഓഫ് പ്രൊഫഷന് എതിരല്ല. പിന്നെ സ്റ്റേറ്റിന് മോണോപ്പൊളി ഉള്ള ഏരിയാസ് ഉണ്ടാവും അല്ലെ, ഇപ്പൊ ന്യൂക്ലിയർ പവർ, ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഏരിയകൾ, അതുപോലെ തന്നെ ബഹിരാകാശ റിസർച്ച്, അവിടെയൊക്കെ സ്റ്റേറ്റിന് മോണോപ്പൊളി ഉള്ളതാണ്. അപ്പൊ സ്റ്റേറ്റിന് മോണോപ്പൊളി ഉള്ള സ്ഥലത്ത് എന്തില്ല, ഈ പറയുന്ന ഫ്രീഡം ഓഫ് പ്രൊഫഷൻ എന്ന് പറയുന്നത് ഇല്ല. സ്റ്റേറ്റിന് മോണോപ്പൊളി ആണെങ്കിൽ ഗവൺമെന്റിന് എന്ത് ചെയ്യാം, സ്റ്റേറ്റിനെ തന്നെ ആശ്രയിച്ച് അത് ചെയ്യാൻ പറ്റും. സോ ഇത്രയാണ് നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. സോ എല്ലാവരും ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ സബ്സ്ക്രിപ്ഷൻ കോഡായ Arun01 നിങ്ങൾ പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന വേളയിൽ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് 10% ഓഫ് കിട്ടും. സോ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇത് ഷെയർ ചെയ്യുക, ജസ്റ്റ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അത്രേ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളൂ. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് നമ്മൾ നെക്സ്റ്റ് ഡേ എടുക്കുന്നതായിരിക്കും. സോ താങ്ക് യു എവരിവൺ.